മൈൻഡ് പവർ അക്കാദമി എന്ന് പറയുന്നത് പൂർണ്ണമായും എൻ്റെ മനസ്സിൽ വന്നൊരാശയമാണ്. പൂർണ്ണമായും എൻ്റെ മനസ്സിൽ ഞാൻ ആദ്യം പഠിച്ചത് മൈൻഡ് പവർ ട്രെയിനിങ് ആയതുകൊണ്ട് എനിക്കൊരു പേര് തോന്നി. ഇപ്പോൾ മൈൻഡ് പവർ അക്കാദമി എന്ന് പറഞ്ഞത് അങ്ങനെ വന്നതാണ്. അതായത് എന്തും നമ്മുടെ മനസ്സിലാണ് ആദ്യം ഉണ്ടാവുന്നത്. എന്ത് കാര്യവും നിങ്ങൾ വിചാരിച്ചോളൂ, നിങ്ങളുടെ മനസ്സിലാണ് ആദ്യം ഉണ്ടാവുക. പുറത്തൊരാളും അതിനറിയണമെന്നില്ല, അതിനെ കേൾക്കണമെന്നില്ല, ഒന്നുമില്ല. പക്ഷെ അങ്ങനെ പലരുടെയും മനസ്സിലുണ്ടായ ആശയങ്ങളാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്ന ഫ്ലൈറ്റും ഷിപ്പും അല്ലെങ്കിൽ കമ്പ്യൂട്ടറും മൊബൈലും എല്ലാം ഓരോരുത്തരുടെ മനസ്സിൽ വന്ന ആശയമാണ്. മനസ്സിലാണ് എന്തും ആദ്യം രൂപപ്പെടേണ്ടത്. മൈൻഡ് പവർ അക്കാദമി എന്ന് പറയുന്നത് പൂർണ്ണമായും എൻ്റെ മനസ്സിൽ ആ ഒരു പേര് വന്നൊരാശയമാണ്. ആ ആശയത്തിൽ ആദ്യം നമ്മുടെ കൂടെ ആരും ഉണ്ടാവണമെന്നില്ല, നമ്മൾ ആരും ട്രസ്റ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ എത്ര വലിയ കാര്യമാണ് പറയാൻ പോകണമെന്ന് വെച്ചാലും കേൾക്കണം എന്നില്ല. ഒരുപാട് മീറ്റിങ്ങുകളിൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ആരും ഇല്ലാതെ വെറുതെ ആ ഫുൾ ടൈം ഇരുന്നിട്ട് ഞാൻ എഴുന്നേറ്റ് പോയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പ്രാവശ്യം. ഓക്കെ. അപ്പോൾ ഒരു ഫസ്റ്റ് ഇൻറ്റൻഷൻ സെറമണി ഫേസ്ബുക്കിൽ ചെയ്തപ്പോൾ ആരും ഉണ്ടായില്ല. തന്നെ കുറെ നല്ല ഇൻറ്റൻഷൻ സെറമണി ഭയങ്കര സെറമണിയാണ്. ഒരുപാട് ഫ്ലവർ ബ്ലെസ്സിങ്ങും നമ്മളെ ക്യാൻഡിലും മെഡിറ്റേഷനൊക്കെ ഉള്ളൊരു ഇതെല്ലാം ഞാൻ തന്നെ ഇരുന്ന് ചെയ്തു. ഞാൻ തന്നെ പ്ലസ് ചെയ്തു പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഇപ്പോഴും കിടപ്പുണ്ടത്. ഞാൻ പല ആശയങ്ങളും നമ്മുടെ മനസ്സിലാണ് ആദ്യം വരുന്നത്. ഇത് ആദ്യമൊന്നും ആരും വിശ്വസിക്കണമെന്നില്ല. എല്ലാവരും നമ്മളെ കല്ലെറിയും, എല്ലാവരും നമ്മളെ കളിയാക്കും. നമുക്ക് മെന്റൽ സ്ട്രഗിൾ ഉണ്ടാവും. നമ്മൾ ചെയ്തിരുന്ന കാര്യം വിട്ടിട്ട് വളരെ നല്ലൊരു ജോലി വിട്ടിട്ടാണ് ഞാൻ പൂർണ്ണമായും ഇപ്പം ഇവിടെ വന്നിരിക്കണേ. ഞാൻ ദുബായിലായിരുന്നു, നിങ്ങൾക്കറിയാലോ. ദുബായിൽ നിന്ന് ആ ജോലി കളഞ്ഞിട്ട് ഇപ്പോഴും ഞാനൊരാൾക്ക് ട്രെയിനിങ് എടുക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടിന് ക്ലാസ് എടുക്കുമ്പോൾ അവർ പറയാം, അവർ അങ്ങനത്തെ ഒരു ജോലി അന്വേഷിച്ചിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് ക്ലാസ്സിൽ വന്നത്. അപ്പോൾ എന്നാലും മിസ് ആ ജോലി കളഞ്ഞിട്ട് വന്നല്ലോ, എന്തെല്ലാം ജോലി കേട്ടിട്ട് എന്തെല്ലാം ജോലിയായിരുന്നു, എത്ര സാലറി ആയിരുന്നു, അത് കളഞ്ഞിട്ട് പോകുന്നല്ലോ, അപാരം തന്നെയെന്ന് അവർ പറഞ്ഞു. എൻ്റെ ഫ്രണ്ട് ഒരു ടീച്ചർ തന്നെയാണ്. അപ്പോൾ അപ്പോൾ അന്ന് എല്ലാവരും എന്നെ ഭ്രാന്ത് എന്ന് പറഞ്ഞേ. ഇതിപ്പോൾ എന്തൊട്ട് ചെയ്യാൻ പോണേ, ഇത്രയും നല്ല ജോലി കളഞ്ഞിട്ട് ദുബായിൽ ഫാമിലി വിസ ആയിട്ട് നന്നായിട്ട് താമസിക്കാൻ പറ്റും, ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും സാഹചര്യം വിട്ടിട്ട് ഈ വീട്ടിൽ പോയിട്ട് എന്തെടുക്കാനാ ഇവിടെ അല്ലേ. അങ്ങനെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു പോണ്ട പോണ്ട എന്ന് പറഞ്ഞു. നീ എന്ത് ധൈര്യത്തിലാണ് പോകണം, നീ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വിസയെങ്കിലും എടുത്തിട്ട്, എനിക്ക് അതിനും ഒന്നും പറ്റണ്ടായില്ല, നീ നിൽക്ക്, നീ പിന്നെ പോവാന്നൊക്കെ പറഞ്ഞു. ഞാൻ പോന്നു. ഞാൻ എൻ്റെ മനസ്സിന് മാത്രം വിശ്വസിച്ചിട്ട് പോകുന്നത്. എനിക്ക് ആരും ഉണ്ടായില്ല, പക്ഷെ ഞാൻ എൻ്റെ മനസ്സിനെ വിശ്വസിച്ചു, എൻ്റെ ദൈവത്തിനെ വിശ്വസിച്ചു. ഇതാണ് സത്യം, ദൈവത്തിനെ വിശ്വസിച്ചു. എന്നിട്ടും എന്നെ ഇതിലെനിക്ക് കയറാൻ പറ്റിയില്ലെങ്കിലും എന്നെ എൻ്റെ ദൈവം പ്രൊട്ടക്ട് ചെയ്തായിരുന്നു. സങ്കടങ്ങളൊക്കെ നമ്മുടെ മനസ്സിന്റെ ഒരു കളിയാണെന്ന് വിചാരിച്ചാൽ മതി. സങ്കടങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ നമ്മളെ ഒരാളെ നിങ്ങൾക്കേ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേട്ടെ, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു അടിമേനെ കിട്ടുകയാണ് നോക്കാം. നിങ്ങളുടെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യും, പൈസ ഒന്നും കൊടുക്കണ്ട, എല്ലാ പണിയും ചെയ്യും. അവന് സ്വന്തമായിട്ടൊരു വീടോ കുടുംബമോ ഒന്നുമില്ല. അവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കാലിൽ പിടിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന എല്ലാം ചെയ്യുന്ന ഒരു അടിമേനെ കിട്ടിയെന്ന് വെക്കാം. നിങ്ങൾ ആ അടിമേനെ വിടുവോ? വിടൂല. കാരണം വിടൂല എന്ന് മീൻസ് അവനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുമായിരിക്കും. നിങ്ങൾ അവന് വേണ്ടതൊക്കെ. ഒരു ജോലിക്കാരൻ, അടിമ എന്ന് പറഞ്ഞ ജോലിക്കാരനെ അല്ലെ, അങ്ങനെ ഒരു ജോലിക്കാരനെ കിട്ടാൻ പാടല്ലേ ഇന്നത്തെ കാലത്ത്. അങ്ങനെ ഒരാളെ കിട്ടില്ല. എല്ലാവർക്കും ഓരോതായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ജോലിക്കാരനെ നമ്മൾ വിടൂല അല്ലെ, നമ്മൾ അതിനെ മുറുകെ പിടിക്കും. നമ്മൾ എന്ത് കൊടുത്തിട്ടാലും, എത്ര സ്നേഹം കൊടുത്തിട്ടാണെങ്കിൽ സ്നേഹം കൊടുത്തിട്ട്, പേടിപ്പിച്ചിട്ടാണെങ്കിൽ അങ്ങനെ നമ്മൾ അവിടെ നിർത്താൻ നോക്കും. അവന് അവൻ്റെ ആവശ്യങ്ങൾ എത്രത്തോളം ആണോ അതനുസരിച്ചിട്ട് അവനും നമുക്ക് വേണ്ടി നിൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ മനസ്സിന് നിങ്ങളെന്ന അടിമയെ കിട്ടിയേക്കാണ്. ഇപ്പോൾ നിങ്ങളെന്ന അടിമയെ കിട്ടിയേക്കാണ്. നിങ്ങളെ അടിമയാക്കി നിർത്തേണ്ടത് ഇപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ ആവശ്യമാണ്. മനസ്സിനെ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന്, നല്ല രീതിയിൽ നമുക്ക് വളരാൻ ഉപയോഗിക്കാം, നമുക്ക് നശിക്കാൻ ഉപയോഗിക്കാം. നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മനസ്സ്. അത് മനസ്സിലാക്കാതെ നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരാൾക്ക് കഞ്ചാവ് കൊടുത്ത് 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 നമുക്ക് ഇല്ലാണ്ടാക്കാം അല്ലേ. അങ്ങനെ ചെയ്യണവരില്ലേ? മദ്യം കൊടുത്ത് 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 ഇല്ലാണ്ടാക്കാം. മദ്യം കൊടുത്ത് 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 അയാളെ നശിപ്പിച്ച് കളയാം. അപ്പൊ അയാൾ വിചാരിക്കും നമുക്ക് എന്നും മദ്യം തന്നെ ഉണ്ട്, ഭയങ്കര സ്നേഹമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കും അല്ലേ. അങ്ങനെ നശിക്കുന്ന എത്രയോ പേരുണ്ട്, കൂട്ടുകാർ കൂടിയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ പലതും അങ്ങനെ കാരണം നമുക്കൊരു സുഖമാണ്, നമുക്ക് കിട്ടണം ഒരു ബലം. നമുക്ക് അപ്പൊ 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ 48 മണിക്കൂറാവും.
രണ്ടുപേരുടെ സമയം നമുക്കുണ്ടല്ലോ. അല്ലെങ്കിൽ ദൈവം 24 മണിക്കൂർ തരുള്ളൂ, ഇതിപ്പോൾ 48 മണിക്കൂർ കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. നിങ്ങളെ നെഗറ്റീവായിട്ട് നിങ്ങളെ പിടിച്ചേക്കാണ്. അത് സങ്കടങ്ങളിലൂടെ തരുമ്പോൾ നിങ്ങളുടെ വിചാരം, നിങ്ങൾക്ക് ഇത്രയും സങ്കടം ഉണ്ടല്ലോ, എനിക്ക് ഇത്രയും അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് അതിലിങ്ങനെ ആഴ്ന്ന് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. കഞ്ചാവ് അടിക്കണ ആരോടെങ്കിലും പറഞ്ഞാൽ അവർ കേൾക്കുമോ? നീ ഇത് കൊള്ളൂല. കള്ളു കുടിക്കണ ആരോടെങ്കിലും നിങ്ങൾ പറയുകയാണ് ഇത് കൊള്ളൂല, ശരീരത്തിന് കൊള്ളൂല എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുമോ? ഇല്ല, മനസ്സിലാവില്ല. അതേപോലെയാണ് ഇപ്പം ഈ സങ്കടങ്ങളിലൂടെ നിങ്ങൾ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് മനസ്സിലാക്കി സങ്കടയിൽ നിന്ന് പുറത്തേക്ക് വരണം. അല്ലെങ്കിൽ സങ്കടങ്ങൾ നിങ്ങളെ കൊണ്ട് പോകും. സങ്കടങ്ങളില്ലാത്ത ആരുമില്ല. എത്ര വലിയ സങ്കടം, നമ്മുടെ സങ്കടമാണ് നമുക്ക് ഏറ്റവും വലുത്. നമ്മൾ നോക്കുക, പലരും എല്ലാവരും പറയുമ്പോൾ എൻ്റെ സങ്കടമാണ് എനിക്ക് ഏറ്റവും വലുത്. ഞാൻ പറയുന്നില്ല, ഞാനിപ്പോൾ ഈ കഥ, എൻ്റെ കഥയാണ് എൻ്റെ കഥ. നിങ്ങൾക്ക് എന്തൊക്കെയോ സങ്കടം, അതൊന്നുമല്ല, എൻ്റെ കഥയാണ് എൻ്റെ. അപ്പോൾ നമ്മുടെ സങ്കടമാണ് ഏറ്റവും. അതുകൊണ്ട് നമ്മുടെ മനസ്സ് നമ്മൾ അങ്ങനെ ആക്കിയിട്ടേക്കണം. അപ്പോൾ സങ്കടങ്ങളിൽ നിന്ന് പുറത്ത് വരിക. ഈ സങ്കടങ്ങൾ കൊണ്ട് കണ്ട, ഇതേപോലെ നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ എനിക്ക് വിഷയം കിട്ടും. ഞാൻ വിഷയമായിട്ടല്ല വന്നിരിക്കണേ. അപ്പോൾ ഈ സങ്കടങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് വരിക. എന്നിട്ട് ഈ സെയിം മനസ്സിനെ നിങ്ങൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അതെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ സങ്കടപ്പെടുന്ന ഒരാളെ നോക്കിക്കോളൂ, അവർ പറയണതായിരിക്കും, അവർക്കായിരിക്കും ഏറ്റവും വലിയ സങ്കടം. ഈ ഭൂമിയിൽ അവരെക്കാൾ അനുഭവിക്കുന്ന ആരും ഉണ്ടാവില്ല. എന്തോരം പേരുണ്ട്, എത്രയോ പേരുണ്ട്, എത്രയോ കുഞ്ഞു മക്കളുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ അതൊക്കെ ചോദിക്കുമ്പോൾ, അപ്പോൾ നമുക്ക് നമ്മുടെ സങ്കടം വലുത്. അത് മനസ്സിൻ്റെ ഒരു കളിയാണെന്ന് മനസ്സിലാക്കി മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരിക. ആ മനസ്സിനെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അതിന് ഇച്ചിരി പണിയെടുക്കണം. ഇപ്പം നിങ്ങൾ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കപ്പലാണ്. ഞാൻ പറയുന്നത് നിങ്ങളുടെ സങ്കടത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ പറയണേ. ഇത്രയും സങ്കടമാണെന്ന് പറഞ്ഞ് ഈ ഒരൊറ്റ സെൻറ്റൻസ് വായിച്ചപ്പോഴാണ് എനിക്കിങ്ങനെ പറയാൻ തോന്നുന്നത്. കാരണം നിങ്ങളുടെ സങ്കടത്തിൽ മുങ്ങി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സങ്കടമാണ് നിങ്ങളുടെ പിടിവള്ളി ഇപ്പോൾ. നിങ്ങളുടെ സങ്കടമാണ് നിങ്ങളുടെ ബലം. തുറന്നു പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. നിങ്ങളുടെ സങ്കടങ്ങളാണ് നിങ്ങളുടെ ബലം ഇപ്പോൾ. നിങ്ങൾ വിചാരിക്കണ ആ ബലം നിങ്ങളെ നിലനിർത്തുകയാണ്, അല്ല നിങ്ങളെ നശിപ്പിക്കുകയാണ്. ഇത്തിക്കണ്ണിയാണ് നിങ്ങളെ പിടിച്ചേക്കണ, ഇത്തിക്കണ്ണിയാണ്. ഈ ജീവിതം സങ്കടപ്പെട്ട് തീർക്കാനുള്ളതല്ല, ജീവിക്കാനുള്ളതാണ്. അടിച്ചു പൊളിച്ച് ആർമാതി ജീവിക്കാനുള്ള. അപ്പം എങ്ങനെയായിരിക്കും ഇത്രയും സങ്കടങ്ങളുള്ളപ്പോൾ എങ്ങനെയാണെന്ന് അതാ പറഞ്ഞേ. നിങ്ങളെ സങ്കടം തെറ്റിദ്ധരിപ്പിച്ചേക്കാണ്. ആ സങ്കടങ്ങൾ ഒരു വ്യക്തിയായിട്ട് കാണും, നിങ്ങളെ പിടിച്ചേക്കണ ഒരു ഇത്തിക്കണ്ണിയായിട്ട് കാണും. ആ ഇത്തിക്കണ്ണി നിങ്ങളങ്ങോട് ബലമാണ്, ആ ഇത്തിക്കണ്ണിയുടെ ബലത്തിലാണ് നിൽക്കണതെന്നാണ് നിങ്ങളുടെ വിചാരം. അല്ല. അപ്പം അതിൽ നിന്ന് പുറത്തു വരാം. അതിനാണ് നമ്മൾ ഹീലിംഗ് ചെയ്യണം എന്ന് പറയുന്നത്. ഇത് ഞാൻ നിങ്ങളുടെ സങ്കടം കേട്ടത് കൊണ്ട് ഞാൻ ആരുടെ സങ്കടം കേൾക്കാനും ഇപ്പം നിൽക്കൂല. ഞാൻ നിങ്ങളുടെ സങ്കടം കണ്ടിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കൊരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണമില്ല. നിങ്ങൾ ആ ഇച്ചിരി നേരം നിങ്ങൾക്ക് ആ സങ്കടം പറയുമ്പോൾ ഒരു സുഖം കിട്ടും. അത് മറ്റവന്റെ പണിയാണ്, ആ സങ്കടത്തിന്റെ പണിയാണ്. നീ എന്നാ പോയി പറയും. എത്ര പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ സങ്കടം പറയുന്നു, അത്രയും പ്രാവശ്യം നിങ്ങൾ പെട്ടി കാണി അടിക്കണ പോലെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഫാക്ട്. പച്ചയ്ക്ക് പറയണേ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു. എത്ര പ്രാവശ്യം നിങ്ങൾ സങ്കടപ്പെടുന്നു. അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കുക. സങ്കടം നിങ്ങളെയും കൊണ്ടേ പോവുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഈ പറയുന്ന ഇത്ര ഒരു സെൻറ്റൻസിൽ ഇത്ര സങ്കടം വന്നെങ്കിൽ ആ സങ്കടം നിങ്ങളെ കൊണ്ട് പോകുള്ളൂ. അത് മനസ്സിലാക്കി പുറത്തേക്ക് വരിക. ജീവിച്ച് കാണിക്കുക, ജീവിക്കുക. അതിനെ സ്നേഹത്തോടെ പറഞ്ഞേക്കുക. സ്നേഹത്തോടെ, അതിനോട് ദേഷ്യമൊന്നും വേണ്ട, അതിനോട് ദേഷ്യവും നിരാശയൊന്നും വേണ്ട. അതിനെ സ്നേഹത്തോടെ. ഒരു കരയണ കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാണ് സമാധാനിപ്പിക്കുക? അവനെ പിടിച്ച് രണ്ടടി അടിച്ച കരച്ചിൽ നിർത്തുമോ? ഒരു കൊച്ചിനെ അമ്മ കരയുമ്പോൾ രണ്ടടിയും കൂടെ അടിക്കുകയാണ്, കരച്ചിൽ നിർത്തൂല. അവൻ ഒന്നും കൂടെ കരയും, ഒന്നും കൂടെ ഉറക്കാറും. കാരണം കൊച്ചുങ്ങൾക്ക് കരയാനേ അറിയുള്ളൂ, അവർക്ക് ആകെ അറിയുള്ളൂ അവരുടെ. അപ്പോൾ അത് ചെയ്യും. പിന്നെ അല്ലേ, നോക്കൂ, നിങ്ങളെ മക്കളൊന്ന് നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ അന്ന് ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ അവർക്കത് മെന്റലി ഷോക്കായിരിക്കും. അവരെ എടുത്ത് ചേർത്ത് നിർത്തി അവരെ ആശ്വസിപ്പിച്ച്, ചിലപ്പോൾ അമ്മമാരെന്താണ് അവരൊക്കത്ത് വെച്ച്, അല്ലെങ്കിൽ അവരെ ഒന്ന് സമാധാനിപ്പിച്ച് അവർ വിഷയമൊക്കെ മാറ്റി അവരെ ഒന്ന് കുളിപ്പിച്ച് കൂട്ടപ്പനാക്കി ഒന്ന് സൂത്രത്തിൽ അവരെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയല്ലേ ചെയ്യണേ? ഇതേപോലെ നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉത്തരവാദിത്വം, നിങ്ങളുടെ ഓണർഷിപ്പ് ആരെടുത്തു? നിങ്ങളുടെ സങ്കടം എടുത്തു. സങ്കടത്തിനെ നിങ്ങളുടെ കൂടെയുള്ള ഒരു പാരസൈറ്റായിട്ട് കാണും. പാരസൈറ്റായിട്ട് കാണുക. ആ പാരസൈറ്റ് നിങ്ങളെ നശിപ്പിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇത് പറയുമ്പോൾ ആർക്കും മനസ്സിലാവില്ല, ആരും സമ്മതിക്കില്ല. അയ്യോ, എനിക്ക് ഇത്രയും സങ്കടം, എനിക്ക് ഇത്ര പ്രശ്നം. മാഡത്തിന് അറിയൂല ഞാൻ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്. മാഡത്തിന് അറിയൂല. മാഡം എൻ്റെ സ്ഥാനത്ത് മാഡം ആണെങ്കിലാണ് മാഡം ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് പറയണത്. അത് ഞാൻ ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ പറയാം, ഒരാളുടെ സങ്കടം ഞാൻ കേട്ടിട്ട് കാര്യമില്ല.
സങ്കടം നിങ്ങളുടെ സങ്കടം നിങ്ങൾ ആരോടും പറയാതിരിക്കുക. പറയാം, അത് മനസ്സിലാക്കാനായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തെറാപ്പിയൊക്കെ അതൊക്കെ ഓക്കെ. പക്ഷേ ഒരുപാടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കും. നിങ്ങൾക്ക് എത്രത്തോളം ഈഗോ ഉണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും. പച്ചയ്ക്ക് പറയുകയാണ്, നിങ്ങൾക്ക് എത്രത്തോളം ഈഗോ ഉണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും. ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? ഈശ്വരൻ ഗോയാണ്. ഈശ്വരൻ ഗോ. ഈശ്വരൻ ഗോ. നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് നിങ്ങൾ പോകാൻ പറയുന്നതാണ് ഈഗോ. അപ്പോൾ നിങ്ങളുടെ ഈഗോ കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ സങ്കടം കൂടും. അതൊരു വളരെ ക്രിട്ടിക്കലായ ഒരു കണ്ടീഷൻ. നിങ്ങൾ യുവർ ഇൻ ഡേഞ്ചർ ഉണ്ടാവും. സങ്കടത്തിൽ നിൽക്കുന്ന ആളെ പണ്ട് അങ്ങനെയല്ലേ, നമ്മൾ എന്തെങ്കിലും കളിച്ചിട്ട് ഊഞ്ഞാലമെന്നൊക്കെ വീഴുവാണെങ്കിൽ അച്ഛനും അമ്മയൊക്കെ കണ്ടെന്ന് ഒരടി അവരും തരുമല്ലേ? ഒന്ന് ആലോചിച്ചൊക്കെ. അപ്പോൾ അതാണ് ചെയ്യണേ. അപ്പോൾ അതൊക്കെ ഒരു പാടാണ്. അപ്പം നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. സങ്കടം ഒരാളോട് പറഞ്ഞിട്ടും കാര്യമില്ല. അത് മനസ്സിലാക്കുക. ഈ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ നിങ്ങൾ സങ്കടം പറയാൻ അല്ല, സങ്കടം പറയാം, പക്ഷെ നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തണം. അതിന് നിങ്ങൾ ഈ സങ്കടത്തിലേക്ക് വരാൻ എത്ര ദിവസം എടുത്തു, എത്ര വർഷം എടുത്തു? 20, 30, 40, 50 വർഷം എടുത്തിട്ടുണ്ടാവും. ശരിയല്ലേ? ഈ ഈ സെന്റൻസ് എഴുതാൻ നിങ്ങൾ 20, 30, 40, 50 വർഷം എടുത്തു. 50 വർഷം എടുത്തൊരു സങ്കടം ഒരു ഫോൺ കോളിൽ തീരും ഇല്ല. അത് നിങ്ങൾ അതിന്റെ പ്രോസസ്സിലൂടെ പോകണം. സമയം എടുക്കുന്നൊന്നും ഞാൻ പറയില്ല. ഹീലിങ്ങിന് സമയം എടുത്താലും അത് നല്ലത് തന്നെയാണ്. നിങ്ങൾ ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷനൊക്കെ എളുപ്പമായിരിക്കും. ഒന്നും ചെയ്യാണ്ട് തന്നെ മാനിഫെസ്റ്റേഷൻ നടക്കും. അപ്പൊ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളെ പിന്നെ ഇപ്പൊ ആർക്കെങ്കിലും സങ്കടം ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഇനി ആർക്കെങ്കിലും സങ്കടം ഉണ്ടോ? സങ്കടമുള്ളവർ പറയൂ, ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ സങ്കടം എന്താണെന്നുള്ളത്. നിങ്ങളുടെ സങ്കടം എന്താണെന്ന് എനിക്ക് അറിയണ്ട കേട്ടോ. സങ്കടം എന്താണെന്ന് ഞാൻ ചോദിക്കണമില്ല, പറയണമില്ല. നിങ്ങളും പറയണ്ട, ആരോടും പറയണ്ട. നമ്മുടെ സങ്കടങ്ങളെ പറയില്ലേ, നിന്റെ മാലിന്യം നിന്റെ ഉത്തരവാദിത്തം. ഇന്നലെ ഞാൻ പോകുന്ന വഴിക്ക് ഒരു റോട്ടിൽ എഴുതി വെച്ചേക്കണം, നിന്റെ മാലിന്യം നിന്റെ ഉത്തരവാദിത്തമാണ്. ശരിയാണ്. നമ്മുടെ മാലിന്യം കൊണ്ട് വേറെ ആളുടെ വീട്ടുപടിക്ക് കൊണ്ട് വെക്കാനുള്ളതല്ല, വലിച്ചെറിയാനുള്ളതല്ല. അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. എൻ്റെ ശരീരത്തിലെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമല്ലേ? അതേപോലെ നിങ്ങളുടെ സങ്കടം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ സങ്കടത്തിൽ നിങ്ങൾ പുറത്തേക്ക് വരിക. എന്ത് വഴിയാണ് വേണ്ടതെന്ന് സ്വീകരിച്ചിട്ട് പുറത്തേക്ക് വരിക. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ആ സങ്കടം പോകട്ടോ. ഈ സങ്കടത്തിനെ പ്രൊമോട്ട് ചെയ്യേണ്ടെന്ന് വെച്ചാൽ അതിലൂടെ കടന്നു പോവുക. ആ ഒരിക്കലും എൻ്റെ കൈമര ആണി കയറിയിട്ടുണ്ടെന്ന് വെക്കുക. ആ ആണി ഞാൻ അയ്യോ അയ്യോ എടുക്കല്ലേ, വലിക്കല്ലേ, പറിക്കല്ലേ, അത് പോട്ടെ അവിടെ ഇരുന്നോട്ടെ, എനിക്ക് വേദന എന്ന് പറഞ്ഞാൽ ആണി എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എടുക്കാൻ പറ്റുമോ? ഇല്ല. ആണി പറിച്ചിങ്ങോട്ട് എടുക്കൂലേ? പറിച്ചെടുക്കുമ്പോൾ എങ്ങനെയാണോ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു പെയിൻ ഉണ്ട്, നല്ലൊരു പെയിൻ ഉണ്ട്. പക്ഷെ ആ പെയിനിലൂടെ പോയാൽ മാത്രമല്ലേ നിങ്ങൾക്ക് അത് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കിട്ടേന്ന് വെച്ചാൽ പോരെ. അപ്പോൾ അതിനൊരു ചിലപ്പോൾ ഒരു ഇച്ചിരി വിഷമം ഉണ്ടാവും. ഇത് സമയം വേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു വിഷമം വരും. കാരണം ചിലർ പറയും ഇതൊക്കെ കഴിഞ്ഞു പോയ കേസല്ലേ, ഇതൊക്കെ എന്തിനാ ഓർക്കണേ, അത് എടുത്താൽ കളഞ്ഞാലുണ്ടല്ലോ. അതോട് ഇപ്പം നിങ്ങൾ ഫൊഗീവ്നെസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അറിയാം. നിങ്ങളിപ്പോൾ ഈ ഫൊഗീവ്നെസ് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ കടന്നുപോയ മര്യാദക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തു പറ്റണം. എനിക്ക് ഒരാളെ ഫൊഗീവ് ചെയ്യാനില്ല എന്ന് വിചാരിച്ചിരുന്ന ഞാനാണ് ചെയ്തു വന്നപ്പോൾ എനിക്കെന്തോ എൻ്റെ ലെവൽ പോയി. അപ്പോൾ എന്താ അത്ര ഫൊഗീവ്നെസ് നമുക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെയാണ് നമ്മൾ ചെയ്ത് കൂട്ടിയേക്കണേന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെയാണ് പറഞ്ഞു നമുക്ക് അറിയില്ല. നമുക്ക് എന്ത് ഓർമ്മയുണ്ട്? നിങ്ങൾക്ക് എന്ത് ഓർമ്മയുണ്ട്? ഇപ്പൊ ജനുവരി കഴിഞ്ഞു, ജനുവരിയിൽ നടന്ന വല്ലതും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്നോ രണ്ടോ സംഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ എന്ത് ചെയ്യണ്ടേ മാം, ഞാൻ എങ്ങനെ ചെയ്യാം മാം? ഓക്കെ, ഓക്കെ. ജനുവരിയിൽ നടന്ന വല്ലതും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഒന്നും ഓർമ്മയില്ല. ഒരു മാസമായിട്ടില്ല. നമ്മുടെ അവസ്ഥ പറഞ്ഞ മറ്റുള്ളവർക്ക് നമ്മുടെ അവസ്ഥ എന്തിനാണ് നമ്മുടെ അവസ്ഥ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിയിട്ട് എന്തിനാണ്? ആരാണ് നിങ്ങളെ സഹായിക്കാൻ പോണേ? നിങ്ങൾ പറയൂ. നിങ്ങളെ അവസ്ഥ മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അവർ നിങ്ങൾ എങ്ങനെ സഹായിക്കും എന്നാണ് നിങ്ങൾ പറയുന്നത്? എങ്ങനെ ഞാൻ ഓക്കെ. അത് നിങ്ങളൊരു അസുഖമുണ്ട്. ഇപ്പൊ എൻ്റെ അടുത്ത് പറയാൻ എനിക്ക് അതിന്റെ സൊല്യൂഷൻസ് പറഞ്ഞു തരാൻ പറ്റും. കൊണ്ട് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ആ ഡോക്ടറെ അടുത്ത് പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് ആ ഡോക്ടർ, അല്ലാണ്ട് കാണുന്നവരോടൊക്കെ അയ്യോ എനിക്കിവിടെ പല്ലുവേദന, എനിക്ക് അത് ഇതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമാണ്? അത് ആണോ അവരെന്തെങ്കിലും അവർക്കറിയാവുന്നത് വെച്ച് അവർക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അല്ലേ? അവരുടെ അറിവ് ഇൻകംപ്ലീറ്റ് അല്ലേ? അവരുടെ അറിവ് എന്തായിക്കോട്ടെ, നിങ്ങൾക്കേ അറിയില്ല. അപ്പോൾ അല്പജ്ഞാനമുള്ള അപ്പൊ എന്താണ് അത് പറഞ്ഞിട്ട് എന്തിനാ? കറക്റ്റ് ആളുടെ അടുത്ത് പോയി പറയണം. എല്ലാവരോടും പറഞ്ഞു നടക്കരുത്. ഇപ്പൊ ചോദിക്കാൻ എന്നോടല്ലേ പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞതല്ല. അത് ഏഹ്, നിങ്ങള് നിങ്ങള് എത്രത്തോളം സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ നിങ്ങളുടെ അഫർമേഷനാണ്. എനിക്കറിയാം നിങ്ങൾക്ക് സങ്കടമുണ്ട്, അതൊക്കെ വിഷമമാണ്, അതൊക്കെ എനിക്കറിയാം. അല്ല, ഞാൻ പറയാണ്, ഈ പറഞ്ഞത് നിങ്ങളുടെ അഫർമേഷനാണ്. ആ എനിക്ക് ഫൊഗീവ്നെസ് കൊടുക്കണം കണ്ടാ. നമ്മളിപ്പോ ഫൊഗീവ്നെസ് കൊടുത്തപ്പോൾ ആദ്യം കുറെ പേർക്ക് കൊടുത്തിട്ട് നമുക്ക് ഫൊഗീവ്നെസ് കൊടുത്തു. അതിന്റെ ആവശ്യം എന്തായിരുന്നു? ഫൊഗീവ്നെസ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതാണെന്നല്ലേ നിങ്ങൾ കേട്ടേക്കണേ? എന്തിനാ നമുക്ക് ഫൊഗീവ്നെസ് കൊടുത്തത്? നമ്മൾ സങ്കടപ്പെടാനുള്ളവരല്ല.
നമ്മൾ കരയാനുള്ളവരല്ല, നമ്മൾ ദേഷ്യപ്പെടാനുള്ളവരല്ല, നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിക്ക് ജീവിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വിട്ടേക്കണതാണ് ദൈവം. കുറച്ചാൾ നീ പോയി സന്തോഷിച്ചു വാ എന്ന് പറഞ്ഞ് വിട്ടേക്കണതാണ്. സന്തോഷിക്കുമ്പോൾ തിരിച്ചങ്ങോട്ട് ചെല്ലാനുള്ളതാണെന്നുള്ള ബോധത്തിൽ സന്തോഷിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു ഓർമ്മ നിനക്ക് വേണമെന്ന്. അത് നമുക്ക് അതായത് ആ പോണ വഴിയിൽ ആരെ വിഷമിപ്പിക്കാതെ നമുക്ക് അല്ലേ നല്ല രീതിയിൽ എങ്ങനെയൊക്കെ സന്തോഷിക്കാം. അതൊക്കെ വേറെ വിഷയം, ഞാൻ വിഷയത്തിൽ നിന്ന് പോകും. അപ്പോൾ നമ്മൾ വിഷമിച്ചതിന് നാം ഫൊഗീവ്നെസ് കൊടുത്തില്ലേ? സ്വയം ഫൊഗീവ്നെസ് കൊടുത്തോ നിങ്ങൾ? നിങ്ങൾ കൊടുക്കാറുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരു ഫൊഗീവ്നെസ് ക്ലാസ്സിൽ ചില ഉണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ സ്വയം ഫൊഗീവ്നെസ് ഇത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടാവില്ല മെജോറിറ്റി. അപ്പൊ അങ്ങനെ കൊടുക്കണം. നമുക്ക് അറിഞ്ഞൂടെ ജനുവരിയിൽ നമ്മൾ എന്തിനാണ് വിഷമിച്ചത്? ജനുവരിയിൽ ഞാൻ എന്തോരം വിഷമിച്ചു, എന്തൊക്കെ കാര്യങ്ങൾക്ക് വിഷമിച്ചു. ആ മരുന്ന് കഴിച്ചപ്പോൾ വിഷമിച്ചിട്ടുണ്ടാവും, കടം വന്നപ്പോൾ വിഷമിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവർ ചീത്ത പറഞ്ഞ് വിഷമിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് എനിക്ക് കിട്ടാത്തപ്പോൾ എനിക്ക് വീട്ടിലെല്ലാവർക്കും മീൻ വറുത്ത് കൊടുത്തപ്പോൾ എനിക്ക് മീൻ വറുത്ത കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വിഷമിച്ചിട്ടുണ്ടാവും. അല്ലേ? ഇതൊക്കെ വിഷമമാണ്. ഇതൊക്കെ അയ്യോ ഇതാന്ന് ചോദിക്കണ്ട. അപ്പോൾ നമ്മൾക്ക് ഫൊഗീവ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സങ്കടപ്പെട്ടതിന് നമുക്ക് ഫൊഗീവ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എന്നെ വിഷമിച്ചതിന് എനിക്ക് ഫൊഗീവ് ചെയ്ത് കൊടുത്തു, നമുക്ക് നന്നായിട്ട് ഫൊഗീവ് ചെയ്യണം. അപ്പം നമ്മൾ സങ്കടപ്പെടാനുള്ളവരല്ല, നമുക്ക് സന്തോഷിക്കാൻ. നമ്മുടെ സന്തോഷം എന്നാൽ എന്താ? ഞാൻ ഇന്നലെ യൂട്യൂബിൽ വീഡിയോയിൽ പറഞ്ഞു, സന്തോഷം എന്നാൽ എന്താണ്? നമ്മുടെ ഉള്ളിലെ വെളിച്ചാണ്. നമ്മുടെ ഉള്ളിലൊരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ആ ലൈറ്റാണ്. ആ ലൈറ്റ് ഉണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് അതൊരു പ്രകാശം കിട്ടുള്ളൂ. നമ്മൾ തന്നെ ഇരുട്ടാണെങ്കിൽ നമുക്ക് ആർക്ക് പ്രകാശം കൊടുക്കാൻ പറ്റും? നമ്മുടെ മക്കൾക്ക് നമുക്ക് വഴി കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ സന്തോഷം കൊടുക്കാൻ പറ്റുമോ? അമ്മായിമ്മനോ അമ്മായച്ചയ്ക്കോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ സന്തോഷം കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം നമ്മൾ തന്നെ ഇരുട്ടിലാണ്. അപ്പൊ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിച്ചാണ്, നിറവാണ്. ആ നിറവിൽ നിങ്ങൾ എത്തണം. സ്നേഹം, സന്തോഷം, ദയ, കരുണ, എന്താണ് അങ്ങനത്തെ കുറെ സംഭവങ്ങളില്ലേ, കുറെ പോസിറ്റീവായിട്ടുള്ള ഏ നന്മ, ചാരിറ്റി, അങ്ങനെ കുറെ. അതാണ് നമ്മുടെ ഉള്ളിലെ വെളിച്ചം. ആ വെളിച്ചത്തിലേക്ക് എത്തണം. നമ്മൾ സ്വയം ഇരുട്ടിലാണ്. ദേഷ്യം, അസൂയ, വിദ്വേഷം, കുശുമ്പ്, സങ്കടം, ലോൺലിനെസ്, ഹെൽപ്ലെസ്നെസ്, ഫ്രസ്ട്രേഷൻ, കലി, കോപം, അങ്ങനെ കുറെ ഇരുട്ടിലാണ് നമ്മൾ നിൽക്കണേ. ഈ സങ്കടം, ഈ പറഞ്ഞ സങ്കടം, ഫ്രസ്ട്രേഷൻ, ഈ ഇരുട്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇരുട്ടി കിടന്ന് തപ്പുകയാണ്. എന്താണ് തപ്പണേ? കാശ് വേണം, അല്ലെങ്കിൽ സമാധാനം വേണം, റിലേഷൻഷിപ്പ് വേണം, അത് വേണം, ആരോഗ്യം വേണം. ഇതൊക്കെ എവിടെയാണ്? ഈ ഇരുട്ടിലാണ് തപ്പണേ. ഇതൊക്കെ വെളിച്ചമാണ്. ഈ പൈസ, റിലേഷൻഷിപ്പ്, ആരോഗ്യം എന്നൊക്കെ പറയുന്നത് വെളിച്ചമാണ്. ഈ വെളിച്ചം കണ്ടെത്തണം നമ്മൾ. അതിനെന്ത് ചെയ്യണം? ഈ സങ്കടങ്ങളെ ഹീൽ ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാവണ ഭാഷ പറയാം. ഹീൽ ചെയ്യണം, ഹീൽ ചെയ്യണം. സങ്കടങ്ങളുള്ളവർ, ഇപ്പൊ എനിക്കറിയാലോ, 1-to-1 സെഷൻ വന്നപ്പോൾ ഒരു ലേഡി എന്ത് ചെയ്താൽ അവർ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യില്ല. അവർ പഴയതിലേക്ക് പോവില്ല. അവർ പറയും ഞാൻ പോവില്ല, കാരണം ഞാൻ അതൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അവർ. പക്ഷെ അതൊക്കെ ഞാൻ എനിക്കതൊന്നും ഓർക്കാൻ സമയമില്ല. അവർക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെന്ത് ചെയ്താലും അവർ ടാപ്പ് ചെയ്യൂല, എന്ത് ചെയ്താലും അവർ ചെയ്യൂല. അപ്പൊ അതിങ്ങനെ ഇരിക്കണം, മറ്റേ ഇന്നസെന്റ് ഇരിക്കണോട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആയിരിക്കില്ല. അപ്പൊ അവർക്ക് പറ്റുന്ന രീതിയിൽ മാനിഫെസ്റ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങോട്ട് ആ വഴിക്ക് കൊണ്ടുപോകാം. അത്രയുള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സഹായം ഇല്ലാതെ, നിങ്ങളുടെ സമ്മതമില്ലാതെ ആർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ആർക്കും ഒരു മാറ്റവും പറ്റില്ല. നിങ്ങൾ എനിക്ക് സങ്കടമാണ്, എനിക്ക് സങ്കടമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് സങ്കടമാണ്. അത് നിങ്ങളുടെ ഏറ്റവും വലിയ അഫർമേഷനായിട്ട് മാറും. നിങ്ങളുടെ അഫർമേഷനായിട്ട് മാറും. നിങ്ങൾ അഫർമേഷൻ അറിയാം. ചിലർ പറയും മാഡം എനിക്കൊരു അഫർമേഷൻ പറഞ്ഞു തരൂ ഇന്ന കാര്യത്തിന് വേണ്ടി. അങ്ങനെ പറഞ്ഞു കൊടുക്കും. കുറെ അഫർമേഷൻ അവർ സെറ്റ് ചെയ്ത് എല്ലാ ദിവസവും പറയണ്ട. അതിന്റെ കൂട്ടത്തിൽ ഞാനൊരു അഫർമേഷൻ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനൊരു അഫർമേഷൻ പറഞ്ഞു കൊടുത്തു എന്താ കാര്യം? ഒരു കാര്യമില്ല. അവർ പറയണ അഫർമേഷൻ അവർ പറഞ്ഞാൽ പോരെ അവർക്ക്. അവർ കുറെ കണ്ടോ ഈ പറഞ്ഞ പോലെ സങ്കടവും. ഈ സങ്കടം പറഞ്ഞ ആൾക്ക് സങ്കടം തോന്നുന്നുണ്ട്. ഞാൻ ഒരുപാട് പേർക്ക് വേണ്ടി പറയണതാണ്. ഇത് ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും ആ പേര് വായിച്ചിട്ടില്ല. ഓക്കെ. മറ്റുള്ള ഐബ്രൂ ആണ് പ്രീത്. ഞാൻ നിങ്ങൾ ഇതൊക്കെ ഇതാണ് സത്യാവസ്ഥ കേട്ടോ. ഇതാണ് സത്യാവസ്ഥ. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ പ്രീത് പോയോ? പ്രീത് ഉണ്ട്. പ്രീത് ഉണ്ട് കേട്ടോ. പ്രീതോ, വിഷമിക്കണ്ട. ഹീൽ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഉള്ളിൽ ആ വെളിച്ചം കാണാം, ആ വെളിച്ചത്തിലേക്ക് വരാം. അപ്പോൾ കണ്ട ഒരൊറ്റ വിഷയം വന്നപ്പോൾ എനിക്ക് ഇന്നും വിഷയം ഉണ്ടായില്ല. ഒരാളൊരു സങ്കടം എനിക്ക് 1 മണിക്കൂർ ക്ലാസ് എടുക്കാനുള്ള കാര്യങ്ങൾ കിട്ടി. അപ്പൊ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക, അപ്പൊ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. അതിനാണ് ഇപ്പൊ നമ്മുടെ ഫാമിലി മീറ്റപ്പിന്റെ എന്താണെന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ പ്രശ്നങ്ങൾ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും, ഞാൻ അതിൽ നിന്ന് പറയാം. അപ്പൊ ഞാൻ ദേ ഒരു സ്ലൈഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത്രയും കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരാൾ എൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞത്. അപ്പോൾ അതൊക്കെ അവിടെ ഇട്ടിട്ട് ഞാൻ അത് പറഞ്ഞു. അതെ, കാണിച്ചു തരാം.
ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് വിചാരിച്ചെടുത്താണതേ. നോക്കൂ, മണിയെ പറ്റിയല്ലേ ഞാൻ പറയണമെന്ന് വിചാരിച്ചേ. ഒന്നുമില്ലാണ്ടായപ്പോ എന്തെങ്കിലും കണ്ടോ, ഇത്രയും പറയണമെന്ന് വിചാരിച്ചപ്പോഴാണ് സങ്കടം. അപ്പോൾ ആ ഒരു മണിക്കൂർ പോയില്ലേ. പോയത് പക്ഷെ ഉപകാരമായില്ലേ. പോയി എന്നല്ല പറയണം. അപ്പോൾ ഇതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും പറയാം. ഇതുപോലെ നമുക്ക് നമ്മുടെ ദൈവം നമ്മളെ എന്നെ ഗൈഡ് ചെയ്തുകൊണ്ട് പോയി. എന്നെ ഇന്ന് പ്രീതുവിന്റെ സങ്കടം മാറ്റാനാണ് എന്നെ ഇന്ന് ഇവിടെ എത്തിയത്. പ്രീതുവിനെ പോലെ ആരോഗ്യ സങ്കടം മാറ്റാനാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി പറയാം. ഇത് കണ്ട, ഇതാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇതിലൊരു രണ്ടെണ്ണം പറയാനുള്ള നേരം ഉണ്ടാവുള്ളൂ എനിക്ക്. ഇത് തന്നെ കുറേ പറയാനുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ വിഷയം. അപ്പൊ സങ്കടപ്പെടണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, 1 മണിക്കൂറായി, 7:30 ആയി. 6:30 തുടങ്ങി 7:30. അപ്പൊ ഓക്കെ അല്ലേ? ആർക്കാണ് എന്താണെങ്കിലും പറയാനുള്ളത്? ക്ലാസ്സിൽ വരുന്നവരൊക്കെ ഒന്ന് അവരുടെ അനുഭവങ്ങളൊക്കെ പറയൂ. എന്തിനീ അനുഭവം? പച്ചയ്ക്ക് പറയാലോ. നിങ്ങൾ അനുഭവങ്ങൾ പറഞ്ഞാലാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവും ഇത് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന്. ക്ലാസ്സിൽ ഞാൻ പറയാറുണ്ട്, എന്തിനാണ് നിങ്ങൾക്കൊണ്ട് പറയാം. അപ്പോൾ അത് പറയുമ്പോഴാണ് അതാ ശരിയാണ്. അപ്പൊ എനിക്കും നിങ്ങളുടെ സെയിം അവസ്ഥയിലൂടെ പോകുന്ന ഒരുപാട് ആളുകൾ ഇതിലുണ്ടാവും. അപ്പോൾ അവരെ കൂടെ രക്ഷിക്കണ്ടേ നമുക്ക്, അല്ലെങ്കിൽ അവർക്ക് സഹായം കൊടുക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാണ്. സുമയ്യ, നമ്മുടെ സുമയ്യാണോ? അതെ മാം. പറയൂ. സുമയ്യ വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. പറയൂ. പറയടാ. ഹാപ്പിയാണ് മാം. എനിക്ക് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി. താങ്ക് യു. എനിക്ക് ചേരാൻ കഴിഞ്ഞതിൽ അൽഹംദുലില്ലാ. കൺഗ്രാചുലേഷൻസ്. 2 ദിവസമായിട്ട് സുമയ്യ വന്നിട്ടില്ല. ഷഹന ഓർക്കല്ലേ സുമയ്യ വന്നപ്പോ ആദ്യം ഇരുന്നത് എങ്ങനെയാന്ന് ഓർക്കണല്ലേ? സുമയ്യ വന്നപ്പോ ഇങ്ങനെ ഇരുന്നപ്പോ സുമയ്ക്ക് മനസ്സിലാവില്ല. അത് സുമയ്യ ഇടയിൽ കയറിയല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിലാണ്ട് ഇതൊക്കെ എല്ലാവരും പറഞ്ഞു അത് 2 ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളും, ഞങ്ങളും വന്നപ്പോ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഷഹന ഇരിക്കണ്ട്. ഷഹനനെ ഇരുത്തിയിട്ട് ഞാൻ പറയണേ, ഷഹനയുടെ മുഖം നോക്കൂ. 2 ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ മാറും കേട്ടോ സങ്കടം. നിങ്ങൾ എന്തോരം നിങ്ങളുടെ സങ്കടങ്ങൾ പറയണോ അത്രത്തോളം നിങ്ങളുടെ, ഞാൻ പറയട്ടെ, ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ ജസ്റ്റ് ഒരു ക്ലാസ് അല്ല. പക്ഷെ ലോ ഓഫ് അട്രാക്ഷൻ വേണ്ട കാര്യങ്ങൾ ഞാൻ ഇതിൽ ചെയ്യിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഗോളുകൾ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഇപ്പൊ ഗോള് അല്ല, എത്രയോ പേരുണ്ട് വൈകുന്നേരത്തെ ക്ലാസ്സിൽ, എത്രയോ പേരുണ്ട് അവർ ഗോള് മാനിഫെസ്റ്റ് ചെയ്ത് കഥ പറയുന്നത്. ഇപ്പൊ നമ്മുടെ രഞ്ജിത മേഡം ആയാലും മറ്റേ സൈനബ ആയാലും എല്ലാവരും പറയുന്നുണ്ട് ഗോള് മാനിഫെസ്റ്റ് ചെയ്ത്. അപ്പൊ നമ്മൾ അതിന് ഗോളുകളിന് വേണ്ടി ഒരുപാടൊന്നും ചെയ്യണില്ല. നമ്മൾ ഹീലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് എൻ്റെ മാക്സിമം. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ക്ലാസ് തന്നിട്ട് കുറച്ച് തന്നിട്ട് വലിയ ക്ലാസ്സിലേക്ക് വരാനല്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല. നിങ്ങൾ ഹീലിങ്ങിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഹീലിംഗ് ഞാൻ ചെയ്ത് തരുന്നത്, എൻ്റെ ഉള്ളതൊക്കെ ചെയ്തത്. പിന്നെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ, മണി മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെന്ന് നോക്കുക. വെൽത്തിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടെ എനിക്ക് ഈ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പറ്റില്ല. വെൽത്തിനെ പറ്റി അറിയണം, നിങ്ങൾക്ക് ഒരു ലൈഫ് കോച്ച് ആവണം. വരൂ, നിങ്ങൾക്ക് ഇതേപോലെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. വരൂ, എൻ്റെ ഒരു വേ ഞാൻ പറഞ്ഞുതരാം. ലൈഫ് കോച്ച് ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളൊരു ഹൗസ് വൈഫാണ്, നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം. അങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രീമിയം ക്ലബിലേക്ക് വരണം. 2 ക്ലാസ് ഉണ്ട്. എനിക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എനിക്ക് ആ ഒരു ഇതില്ല. എനിക്ക് പഠിപ്പിക്കാനേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ക്ലാസ് ആയിട്ട് ചുരുക്കിയിരിക്കണം. ഒന്ന് ഹീലിംഗ് ക്ലബ്ബ് വൈകുന്നേരത്തെ 3 മണിക്കുണ്ട്, 9 മണിക്കുണ്ട്, 2 ബാച്ച് ഹീലിംഗ് ക്ലബ്ബ്. പിന്നെ അതിൽ ഹീലിംഗ് മാത്രമേ, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഉണ്ടാവും, പെയിൻ ബോഡി ഹീലിംഗ് ഉണ്ടാവും, ബോഡി സ്കാനിങ് ഉണ്ടാവും, EFT ഉണ്ടാവും. ഹീലിംഗിൻ്റെ കുറച്ച് മൊഡാലിറ്റീസ്, ഇത്രയും മൊഡാലിറ്റീസ് ആണ്. പിന്നെന്താണ്, ബോഡി സ്കാനിങ് ഉണ്ടാവും, പെയിൻ ഹീലിംഗ് ഉണ്ടാവും, സെൽഫ് ഐഡന്റിറ്റിയുടെ കുറച്ച് കാര്യങ്ങൾ, ഡൗട്ട്, സെൽഫ് ലവ്, സെൽഫ് ലവ്, ഫൊഗീനസ്, ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് ആക്സെപ്റ്റൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അത് നടത്തുന്നത്. പിന്നെ 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് 6 മാസത്തെ നിങ്ങളുടെ ക്ലാസ്സിന് വരണമെന്നുണ്ടെങ്കിൽ, 6 മാസം നിങ്ങൾക്ക് എൻ്റെ കൂടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, 6 മാസം എല്ലാ ദിവസവും ഇരിക്കണം എന്നൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് മാറ്റാം ക്ലാസ്. നിങ്ങൾ പ്രീമിയം ക്ലബിലേക്ക് വരും. അപ്പം നിങ്ങളുടെ കുറേ മെയിനായിട്ട് വെൽത്ത് ആയിരിക്കും. വെൽത്ത് റിലേഷൻഷിപ്പുമാണ് അതിൽ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഹെൽത്ത് റിലേഷൻഷിപ്പ് ഹെൽത്തും വരും. അപ്പോൾ വെൽത്തും റിലേഷൻഷിപ്പുമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഹീലിംഗ് പ്രീമിയം ക്ലബിലേക്ക് വരും. 6 മാസത്തെ ക്ലാസ്. അതിന് വാങ്ങിക്കുന്ന ഫീസ്, അതിന് വാല്യൂ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. നോക്കൂ, ഞാനീ പറയുന്നത് നിങ്ങൾക്ക് വാല്യൂ തന്നിട്ടല്ലേ ഞാനീ പറയണേ. വെറുതെ ഇരുന്ന് പറയുകയാണോ? അല്ല, ഞാൻ നിങ്ങൾക്ക് വാല്യൂ തന്നു. ഈ 1 മണിക്കൂർ ഞാൻ നിങ്ങൾക്ക് വാല്യൂ തന്നിട്ടാണ് ഞാനീ പറയണത്. നിങ്ങൾക്ക് പൈസ കൊടുക്കാതെ കിട്ടിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടോ? നിങ്ങളൊരു നല്ല ഡ്രസ്സ് വാങ്ങിക്കണമെങ്കിൽ കൊടുക്കേണ്ട പൈസയാണ് 5000 രൂപ. ആ ഡ്രസ്സ് 2 പ്രാവശ്യം 4 പ്രാവശ്യത്തിക്കുള്ളിൽ നിങ്ങൾ ഉപയോഗിക്കുമോ? ഉപയോഗിക്കൂല. എല്ലാവരും കണ്ടാണെന്ന് പറയും. ഇത് കിട്ടാൻ അടുത്ത കല്യാണത്തിന് മുമ്പ് നിങ്ങൾ വേറെ ഡ്രസ്സ് എടുക്കും. ശരിയാണോ? ഇല്ലേ? അപ്പം നിങ്ങൾ ഈ പറയണ പൈസ എന്ന് പറയണ്ട. പൈസ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കറൻസി, വാല്യൂ ഫിക്സ് ചെയ്യുക. അതാണ് ഞാൻ പറയാൻ പോയത്. അപ്പോഴേക്കാണ് നമ്മൾ പ്രീതുവിൻ്റെ വിഷയത്തിൽ വന്നത്. അപ്പോൾ വാല്യൂ ഫിക്സ് ചെയ്ത്
പൈസ കൊടുക്കാതെ കിട്ടിയ ഒരു സാധനം നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ല. നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾ ശ്വസിക്കുന്ന വായുവും വായു ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാ വെള്ളത്തിനും പൈസ കൊടുക്കണമല്ലോ. പൈസ കൊടുക്കാതെ കിട്ടിയ ഒന്നും നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ല. അതുകൊണ്ട് പൈസ എന്ന് നിങ്ങൾ പറയേണ്ട. ഞാൻ ഇതിങ്ങനെ ഇരുന്ന് ചുമ്മാ പറയണതല്ല. ഞാൻ എത്രയോ 2018 തുടങ്ങി പഠിച്ച കേട്ട വായിച്ച ബുക്കുകളുടെ ഞാൻ പഠിച്ച കോഴ്സുകളുടെ ക്ലാസ്സുകളുടെ എൻ്റെ മെൻറ്റേഴ്സിൻ്റെ അവരുടെ ബ്ലെസ്സിങ്സിൻ്റെ എൻ്റെ ലൈഫാണ് ഞാൻ നിങ്ങൾക്ക് ഈ 1 മണിക്കൂർ കൊണ്ട് തന്നത്. അല്ലാണ്ട് എനിക്ക് 1 മണിക്കൂർ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുതരാൻ പറ്റൂല. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ബുക്ക്. ഞാൻ കിട്ടിയ അറിവുകളുടെ, ഞാൻ നേടിയ അനുഭവങ്ങളുടെ, എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതിന് ഞാൻ ഇത്ര സമയം എടുത്തു. അതാണ് ഞാൻ ചുരുക്കി 1 മണി. അതിനാണ് ഞാൻ പൈസ വാല്യൂ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക. നിങ്ങളോട് പൈസ ഒരു കാര്യത്തിന്, ഒരു പ്രൊഡക്റ്റിന് നിങ്ങളോട് പൈസ ചോദിക്കണമെങ്കിൽ അവർ നിങ്ങൾക്ക് തരുന്ന വാല്യൂ ആണ്. അപ്പോൾ നിങ്ങളൊരു സർവീസിന് നിങ്ങൾ വാല്യൂ കൽപ്പിക്കണം. അവരുടെ ലൈഫിൽ അവർ നേടിയ, അവർ സമയമെടുത്ത ഒരു ഇതാണ് നിങ്ങൾക്ക് തരുന്നത്. അതിന് നിങ്ങൾ വാല്യൂ കൊടുക്കണം. അത് വാല്യൂ കൊടുത്താൽ നിങ്ങളുടെ ലൈഫ് 10 മടങ്ങ് ഇരട്ടിയായിട്ട് നന്നാവുമെങ്കിൽ നമ്മൾ എവിടേക്കാ പോണേ? നമ്മൾ നന്നാവുമെങ്കിൽ അത് നല്ലതല്ലേ? നമ്മൾ 10 വർഷം കൊണ്ട് ട്രയൽ ആൻഡ് എറർ ചെയ്തിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഒരു 1 വർഷം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ടൊക്കെ ഒരാൾ നിങ്ങൾക്ക് തരുമെങ്കിൽ അതിന് നിങ്ങൾ വാല്യൂ കൊടുക്കണ്ടേ? നിങ്ങൾ എന്ത് സാധനമാണ് വില കൊടുക്കാണ്ട് കിട്ടിയേക്കണേ? അത് പറയൂ. നിങ്ങൾ വില കൊടുക്കാതെ കിട്ടിയേക്കണേ എന്താണ്? നിങ്ങളുടെ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഒന്ന് തൊട്ട് നോക്കൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം വില കേൾക്കുമ്പോൾ അയ്യോ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് മാറ്റം. എന്ത് മെറ്റീരിയൽ തിങ്സും ചീത്തയായി പോകും. നിങ്ങൾ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഞാൻ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് നിങ്ങളോട് ഞാൻ പറയാം. എൻ്റെ കരിയറിൻ്റെ ലൈഫ് മാറ്റിയത് ഞാൻ എന്നിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ആ വെളിച്ചം കാണാൻ പറ്റി. ഞാൻ അറ്റ്ലീസ്റ്റ് ആരെയും പഠിച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ ദേഷ്യവും സങ്കടമൊക്കെ ഒന്ന് മാറ്റായിരുന്നു. എനിക്കിപ്പോൾ ദേഷ്യമൊന്നും വരാറില്ലല്ലോ. ഞാൻ എത്ര സന്തോഷമായിട്ടാണ് നിങ്ങളോട് ചിരിച്ചു പറഞ്ഞത്. ഞാൻ ഇതേപോലെ തന്നെയായിരുന്നു. എന്നോട് അവരങ്ങനെ ചെയ്തു, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടിരുന്ന ആളാണ് ഞാൻ. ഞാൻ അതൊക്കെ ഒരു രസമായിട്ടാണ്. ജോ ഡിസ്പെൻസർ പറയും, നിങ്ങളുടെ പ്രശ്നങ്ങളല്ല, നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ ആ ഇമോഷൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതൊക്കെ ഒരു വിസ്ഡമാണ്. നിങ്ങൾ ഈ പറയുന്ന സങ്കടങ്ങളിൽ ഒരു ഇമോഷൻ ഉണ്ട്. ഇമോഷൻ കണക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ആ സംഭവത്തെ പറ്റി പറയണത്. ആ സംഭവത്തിനൊരു പ്രശ്നവുമില്ല. അത് നിങ്ങളെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠമാണ്. നിങ്ങൾ ആ സംഭവം ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ നിങ്ങളോട് ഇൻഡിഫറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്തപ്പോൾ, നിങ്ങളെ ദേഷ്യപ്പെട്ടപ്പോൾ, നിങ്ങളെ പറ്റിച്ചപ്പോൾ നിങ്ങളൊരു പാഠം പഠിച്ചു. എന്ത് പാഠം? എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ശരിയാണോ? പഠിച്ചോ? ആ പാഠത്തിന്റെ വിലയാണ് ആ പെയിൻ. ആ പെയിൻ അതിൽ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ പാഠം കൈ പിടിച്ച് നിങ്ങൾക്ക് നടന്നൂടെ? നിങ്ങളുടെ ജീവിതം നേരിട്ടൂടെ? അപ്പൊ അങ്ങനെ കാണുക. സങ്കടങ്ങളൊക്കെ അങ്ങനെ കാണുക. സങ്കടങ്ങൾക്ക് നമ്മൾ ഒരുപാട് ഇമോഷൻ കൊടുക്കുമ്പോഴാണ് പ്രശ്നം. ഇമോഷൻ എടുത്ത് കട്ട് ചെയ്താൽ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ജോ ഡിസ്പെൻസർ ഒക്കെ പറയണത്, എന്താ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും നിങ്ങളുടെ ലെസൺസ് ആണ്. ഗോൾഡൻ മുത്തുകളാണ്. നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് നിങ്ങളുടെ സങ്കടങ്ങൾ. നിങ്ങൾക്ക് സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾ വളരും. സങ്കടം ഇല്ലാണ്ട് കംഫർട്ട് സോണിൽ നിൽക്കുന്നവർ ഒരു പരിധി വിട്ടൊന്നും വളരില്ല. സങ്കടമില്ല, ഒരുപാട് സങ്കടം, ജീവിതത്തിൽ അനുഭവങ്ങളില്ലാതെ കംഫർട്ട് സോണിൽ നിൽക്കണവർ ഒരു പരിധി വിട്ട് വളരില്ല. അവർ ഏതെങ്കിലും ഒരു കംഫർട്ട് സോണിൽ കിടക്കണ്ടാവും. എനിക്ക് സങ്കടങ്ങളിലൂടെ പോയപ്പോഴാണ് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് പറയാൻ പറ്റണേ. അപ്പൊ നിങ്ങൾക്ക് സങ്കടം വന്ന് നിങ്ങൾ വിഷമിക്കേണ്ട. എന്ത് ചെയ്യണം? അതിനെ ഹീൽ ചെയ്തിട്ട് അതിന്റെ ചാർജ് എടുത്ത് അങ്ങോട്ട് കളയാ. എന്നിട്ട് അതിന്റെ നാളെ നിങ്ങൾക്ക് പറയാനുള്ള കഥയാക്കാം. അപ്പോൾ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ദൈവം തന്ന പാഠങ്ങളായിട്ട് കാണും. പെയിൻ ഉണ്ടെങ്കിലേ നിങ്ങൾ വളരുള്ളൂ. ആ പെയിനെ പിടിച്ചൊന്നും നടക്കല്ലേ. സങ്കടമേ ദൂരെ പോവും. ആ ഇമോഷൻ എടുക്കൂ. അപ്പോൾ നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കും. ഇതേപോലെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ലൈഫ് കോച്ച് ആവണോ? വരൂ വരൂ. നിങ്ങൾ സങ്കടങ്ങളുള്ളവർക്കാണ് ലൈഫ് കോച്ചിനും ഫസ്റ്റ് എൻട്രി. അല്ലാത്തവർക്ക് ലൈഫ് കോച്ച് ആയിട്ടും ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഈ ലൈഫ് കോച്ച് ആവാം, ആ കോഴ്സിന് ചേരും, ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ലൈഫ് കോച്ച് ആവാം. നിങ്ങൾക്ക് 3, 4, 5 ലക്ഷം കൊടുത്ത് ലൈഫ് കോച്ച് ആവാം. ഇപ്പം ലൈഫ് കോച്ചിൻ്റെ ഒരു കോഴ്സിന് മിനിമം ഒരു 3 ലക്ഷം രൂപ നിങ്ങൾ കൊടുക്കണം ഒരു കോഴ്സിന്. ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം. 10 ലക്ഷം വാങ്ങിക്കണവരും ഉണ്ട് ലൈഫ് കോച്ച് ആവാൻ, 15 ലക്ഷം വാങ്ങിക്കണവരും ഉണ്ട്. മിനിമം നിങ്ങളൊരു 3 ലക്ഷം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ലൈഫ് കോച്ച് ആവാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ ഈ 3 വർഷം കൊടുത്താൽ നിങ്ങൾക്ക് ലൈഫ് കോച്ച് ആവാൻ പറ്റുമോ? പറ്റൂല. എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് അനുഭവമില്ല. നിങ്ങൾ പണ്ട് മമ്മൂട്ടി പറഞ്ഞിട്ട് അക്ഷരങ്ങൾ അച്ചടിച്ച പുസ്തകത്താളിൽ നിന്ന് നീ മടിച്ച ഇന്ത്യ അല്ലേ പറഞ്ഞിട്ടില്ലേ? അത് മനസ്സിലാക്കണ സെൻസ് ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം, വലിച്ച് എന്താണ് അങ്ങനെയൊക്കെ ഒരു മമ്മൂട്ടി ഒരു ഡയലോഗില്ലേ? അതേപോലെ നിങ്ങൾ ലൈഫ് കോച്ച് ആവും, നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഇതേപോലെ ആളുകളെ ഹൃദയത്തിൽ തൊടാൻ പറ്റൂല. കാരണം എന്താ? നിങ്ങൾക്ക് അനുഭവങ്ങളില്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല. നിങ്ങൾ കടന്നു പോകാത്ത ഒരു കാര്യത്തിന് എങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവർ ഉപദേശിക്കാൻ പറ്റും?
നിങ്ങൾ പറയൂ, ഉപദേശിക്കല്ല. എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? പറ്റൂല. കാരണം നിങ്ങൾ കടന്നു പോയിട്ടില്ല. നിങ്ങൾ ആ ഒരു വഴി കൂടെ കടന്നു പോയിട്ടില്ല, അല്ലേ? നിങ്ങൾ നോക്കൂ, ബില്യനേഴ്സ് ആയിട്ടുള്ള മെജോറിറ്റി ആൾക്കാരും സെൽഫ് മെയ്ഡ് മില്യനേഴ്സ് ആണ്. കുടുംബത്തിൽ കുറെ സ്വത്തുണ്ടായിട്ടല്ല കാശുണ്ടാക്കിക്കണവര്. അവര് അവരുടെ കഷ്ടപ്പാട് ദാരിദ്ര്യം അറിഞ്ഞ് എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ച് ഇറങ്ങണവരാണ് രക്ഷപ്പെട്ടത്. അങ്ങനെയുള്ളവരാണ് മെജോറിറ്റി. ഒന്നോ രണ്ടോ പേര് അംബാനി പോലുള്ള കുറച്ച് ആളുകളുണ്ടാവും. ബാക്കി മെജോറിറ്റി ആൾക്കാരും രക്ഷപ്പെടണമെന്ന് അതിയായി ആഗ്രഹിച്ചിട്ട് വന്നിട്ട് കാശുണ്ടാക്കിയവർ. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ അവർക്ക് കാശിനെ പറ്റി പഠിക്കുള്ളവര്. മറ്റൊരുത്ത ഒരു കംഫർട്ട് സോണിലാണ് നിൽക്കണേ. അത് അവര് വന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ സങ്കടങ്ങളിലൊന്നും സങ്കടപ്പെടണ്ട. അപ്പോൾ ശരി, 8 മണിയായി ഞായറാഴ്ച കാലം. അപ്പോൾ സന്തോഷം, ഒരുപാട് സന്തോഷം. ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് വാല്യൂ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഇരുന്ന സമയം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ലവ് യു. ഓക്കെ.